സുഹൃത്തുക്കളെ, ഒരു ന്യൂ ഇയർ ഉണ്ട് വരാൻ പോകുന്നതിന് എന്റെ പ്രദേശത്തുള്ള സാധാരണയായിട്ട് ഒരു വർഷം അവസാനിക്കാറാകുമ്പത്തിന് നമ്മുടെ നാട്ടിലത്തെ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ സാധാരണത്തെ ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ വർഷം ആരാണ് തൂക്കിയത് അല്ലെങ്കിൽ ആരാണ് ഇത് മുഴുവൻ കൊണ്ടുപോയത് എന്നുള്ള ഒരു വലിയ ചർച്ച കടക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും രണ്ട് പേര് മാത്രമാണ് ആ ഒരു ചർച്ചയുടെ മുൻപന്തിയിൽ ഉണ്ടാവുക. ഒന്ന് മോഹൻലാലാണ്, മറ്റൊന്ന് മമ്മൂട്ടിയാണ്. ഇതാ റിപ്പോർട്ടിൽ എങ്ങാണ്ടാണോ എനിക്കറിയില്ല, എനിക്ക് അതിന്റെ നോട്ട് കിട്ടാൻ വേണ്ടി ആ ഒരു പോസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ കുറെ തപ്പി. അതിൽ വന്ന ഒരു കമന്റ് ഇങ്ങനെയാണ്: അവസാന സമയത്ത് കല്ലമുടച്ച മോഹൻലാൽ എന്നായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് തോന്നിയത്. ശരിയാണല്ലോ, അവസാന സമയത്ത് മോഹൻലാൽ കലമുടക്കുകയും ഒപ്പം നിവിൻ പോളി ആ ഉടച്ച കലമെല്ലാം അങ്ങോട്ട് ഒട്ടിച്ച് തീർത്ത് അവൻ അങ്ങോട്ട് മുന്നേറാനുള്ള തുടക്കം കൂടി നമുക്ക് കണ്ടല്ലോ എന്നുള്ള സംഗതിയാണ്. എന്തായാലും കഴിഞ്ഞ വർഷത്തെ സിനിമാ ലോകമൊക്കെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ചില ആളുകൾ നമ്മുടെ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. അതിലത്തെ ഒരാളെന്ന് പറയുന്നത് നമ്മുടെ ഫഹദ് ഫാസിലാണ്. സിനിമയിൽ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമ അദ്ദേഹം നമുക്ക് നല്ലത് തന്നോ എന്നൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. എന്നാൽ കഴിഞ്ഞ വർഷം രണ്ട് പേര് അത്യാവശ്യമൊക്കെ നമ്മുടെ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു പറയാം. ഏറെ ചീത്തപ്പേര് കേട്ട ഒരു മനുഷ്യൻ അതിൽ മോഹൻലാലായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു ബോട്ടിക്ക് കുറച്ച് ശസ്ത്രക്രിയയും മറ്റൊക്കെ നടത്തിയതിനു ശേഷം അതിന് കണ്ണനങ്ങുന്നില്ല, മൂക്കാനങ്ങുന്നില്ല, ചെകിടാനങ്ങുന്നില്ല, കവിളനങ്ങുന്നില്ല എന്ന് പറയുന്ന പല ചീത്തപ്പേരുകളൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് തുടരും എന്ന് പറയുന്ന സിനിമ ഏപ്രിൽ 2025 നമ്മുടെ മുമ്പിലേക്ക് എത്തിയത്. ആ ഒരു സിനിമ എത്തുമ്പോൾ തന്നെ എൻ്റെ ഒരു വലിയ ഒരു ആശ്വാസം അല്ലെങ്കിൽ ആ ഒരു മോഹൻലാൽ സിനിമയോട് എനിക്കുണ്ടാകുന്ന ഒരു ഇമോഷണൽ സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയുടെ സംവിധായകനായിരുന്നു. അയാളൊരു ഗംഭീര സംവിധായകനാണ്, തരുൺ മൂർത്തി. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമകളൊക്കെ നമുക്ക് അറിയാം എന്നുള്ളതുകൊണ്ട് തന്നെ തരുൺ മൂർത്തിയുടെ സിനിമയിൽ മോഹൻലാൽ അഭിനയിക്കുന്നു എന്നുള്ളതുകൊണ്ട് അയാൾ ഒരു പുത്തൻ സംവിധായകനാണല്ലോ. ഒരു സേഫ് സോൺ പിടിച്ചിട്ടല്ലല്ലോ മോഹൻലാൽ പോയിട്ടുള്ളത്. ഒരു പുതിയ സംവിധായകന്റെ വരയിലേക്ക് പെട്ടുപോയല്ലോ എന്ന സന്തോഷത്തിലാണ് ഞാനത് കാണാൻ പോയത്. സത്യം പറഞ്ഞാൽ കണ്ടത് എനിക്ക് സന്തോഷം ഉണ്ടാക്കി എന്നൊക്കെ പറയാം. നോക്കൂ, കഴിഞ്ഞ തവണ അവിടെ മോഹൻലാൽ എന്നിനെ അവിടെ നിർത്തിയിട്ട് നമുക്ക് മമ്മൂട്ടിയേക്ക് കടക്കാം. മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടല്ലോ, ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിനിമയാണ് മമ്മൂട്ടി ഏറ്റവും കൂടുതൽ കഴിഞ്ഞ തവണ അല്ലെങ്കിൽ ഈ ഒരു വർഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട 2025 ചർച്ച ചെയ്യപ്പെട്ട സിനിമ എന്നൊക്കെ പറയേണ്ടി വരും. അതിനു മുമ്പ് ഡൊമിനിക് എന്ന് പറയുന്ന സിനിമയുണ്ട്, ബസൂക്ക എന്ന് പറയുന്ന സിനിമയുണ്ട്, ചന്ദ്ര എന്ന് പറയുന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് ഇദ്ദേഹം ഈ ഒരു വർഷം തന്നെ ഉണ്ടാവും എന്നൊക്കെ പല ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പോൾ നടക്കാൻ സാധ്യതയില്ല. എന്തൊക്കെയായാലും കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയാണ് ഈ ഒരു തവണ ചർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത്. എന്തുകൊണ്ട് ഇത് ചർച്ചയ്ക്ക് കാരണമായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തൊട്ട് മുമ്പത്തെ വർഷത്തില് വേറൊരു സിനിമ അങ്ങനെ ചർച്ചയ്ക്ക് ഇട്ട് തന്നിരുന്നു. അത് ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. ആ ഒരു സിനിമയില് ഒരു പക്ക നെഗറ്റീവ് കഥാപാത്രമായിട്ടാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു ലെജൻഡറി ആക്ടർ അഭിനയിച്ചത്. ഇനി എന്തുകൊണ്ട് അങ്ങനെ അഭിനയിക്കുമ്പോൾ ഇങ്ങനെ ചർച്ചയാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ സെനാറിയോ അല്ലെങ്കിൽ ഫിലിം സെനാറിയോ ഒക്കെ നോക്കുന്ന സമയത്ത് ആ ഫ്രട്ടേണിറ്റിയിൽ ഒരു നടൻ പോലും ഒരു നെഗറ്റീവ് വേഷം എടുത്ത് അഭിനയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ധൈര്യപ്പെടുന്നില്ല. ഒരു നടനും അങ്ങനെ ധൈര്യപ്പെടുന്നില്ല എന്നാണ്. അങ്ങനെ ധൈര്യപ്പെടാതിരിക്കുന്ന സമയത്താണ് ഫാനോളികളെ പരിഗണിക്കാതെ, ജനങ്ങളെ പരിഗണിക്കാതെ തൻ്റെ സാറ്റിസ്ഫാക്ഷൻ, തൻ്റെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഇനി ഞാൻ സിനിമകൾ ചെയ്യുന്നത് എന്നൊരു ബോധ്യവുമായിട്ട് സ്വന്തമായിട്ട് സിനിമാ കമ്പനി എന്ന് പറയുന്ന മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന സിനിമാ കമ്പനി കൂടി ഉണ്ടാക്കി അതുവഴി തനിക്ക് ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റുകൾ, ആരും ഒരുപക്ഷെ ചെയ്യാൻ സാധ്യതയില്ലാത്ത സ്ക്രിപ്റ്റുകൾ തിരഞ്ഞെടുത്തിട്ട് അതിന് പൈസ ഇറക്കിയിട്ട് ഇനിയിപ്പോൾ താനൊരു നെഗറ്റീവ് വേഷം അഭിനയിച്ചാലും അതിൽ അഭിനയം എന്ന് പറയുന്ന ആ ഒരു ഫാക്റ്റ് ഉണ്ടെങ്കിൽ അത് നാട്ടുകാർ കാണുമെന്നുള്ളൊരു ബോധ്യത്തിന്റെ പുറത്ത് കളങ്കാവൽ പോലെയുള്ള, ബ്രഹ്മയുഗം പോലെയുള്ള, പുഴു പോലുള്ള സിനിമകൾ ഈ മനുഷ്യൻ അഭിനയിക്കാൻ തുടങ്ങിയത് എന്ന് പറയേണ്ടി വരും. എന്തൊക്കെയായാലും ഈ വർഷം ഏകദേശമൊക്കെ മമ്മൂട്ടിയുടെ ഒപ്പമാണെന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. നോക്കൂ, ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് ജനുവരി 2025 ഈ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തിയത്. സത്യം പറയാലോ, ഏറെക്കാലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. വളരെ എന്താ പറയുക, ലളിതമായിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അഭിനയിച്ചു എന്നൊക്കെ പറയേണ്ടി വരും ആ ഒരു ഡൊമിനിക് എന്ന് പറയുന്ന സിനിമയിൽ. പക്ഷേ അത്ര അധികം ആളുകളൊന്നും ആ സിനിമ അന്ന് കണ്ടില്ല. എന്താണ് അതിന്റെ പുറകിലെ കാരണം എന്നറിയില്ല. പിന്നീട് അത് നമ്മുടെ OTT ഇറങ്ങിയ സമയത്ത് അത് ടോക്കീസിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രസക്തിയും അല്ലെങ്കിൽ കൂടുതൽ ആശംസകളും ഈ സിനിമ ടോക്കീസിൽ കാണാൻ കഴിഞ്ഞില്ല, സങ്കടം തോന്നുന്നു എന്നീ പറയുന്ന വർത്തമാനങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നു. അത്രയ്ക്ക് ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഒരു സിനിമയായിരുന്നു ഡൊമിനിക് എന്ന് പറയുന്ന ഒരു സിനിമ. പിന്നീട് ബസൂക്ക എന്ന് പറയുന്ന ഒരു അടിപ്പടമായിരുന്നു. അത് ആക്ഷൻ ത്രില്ലർ പടമായിരുന്നു, ആക്ഷൻ പാക്ഡ് ആണ്. ആ ഒരു സിനിമയും ഈ പറയുന്ന അത്രയൊന്നും ആളുകൾ മുമ്പിലേക്ക് എത്തിയില്ല എന്ന് പറയേണ്ടി വരും. എങ്കിലും
പിന്നീട് അത് OTT-യിലേക്ക് എത്തുകയാണെങ്കിൽ, ഇപ്പോഴും നമ്മുടെ ബസൂക്ക OTT-യിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് രസകരമായ കാര്യം. അതും OTT-യിലേക്ക് എത്തുകയാണെങ്കിൽ കൂടുതൽ ചർച്ചയ്ക്ക് കാരണമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് മോഹൻലാലിനെയാണ്. എംപുര എന്ന് പറയുന്ന സിനിമ അദ്ദേഹത്തിൻ്റെതായിട്ട് ലൂസിഫറിന് ശേഷമുള്ള അതിൻ്റെ സ്യൂക്കലായിട്ട് ആ ഒരു സിനിമ ഇറങ്ങുന്നു. മാർച്ചിലാണ് 2025 ആ ഒരു സിനിമ പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. നല്ല ഒരു പേരുണ്ടാക്കുകയും ഒപ്പം തന്നെ ഭയങ്കരമായിട്ട് ആ സിനിമ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. അതിലെ ചില പ്രമേയങ്ങൾ സംഘപരിവാറിന് എതിരാണ് എന്നുള്ള ചർച്ചയുടെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ആ ഒരു സിനിമ ചർച്ച ചെയ്യപ്പെട്ടത്. അല്ലാതെ സിനിമയുടെ ക്വാളിറ്റി കൊണ്ടോ, സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ചതിന്റെ ക്വാളിറ്റി കൊണ്ടോ, പൃഥ്വിരാജിന്റെ ക്വാളിറ്റി കൊണ്ടോ ഒന്നല്ല ആ സിനിമ ചർച്ച ചെയ്യപ്പെട്ടത്. ആ സിനിമയിൽ വളരെ വൃത്തിയായിട്ട് ഗുജറാത്ത് കലാപത്തെ ചിത്രീകരിച്ചിട്ടുണ്ടെന്നും ആ ഒരു ചിത്രീകരണം സംഘികൾക്ക് വിരുദ്ധമായിട്ടുള്ള സിനിമയാക്കി ഇതിനെ മാറ്റുന്നു എന്നും തുടക്കമൊന്നും ആർക്കും മനസ്സിലായില്ല. പിന്നീട് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അതിനെക്കുറിച്ച് എഴുതിയിട്ടപ്പോൾ മാത്രമാണ് സംഘികൾക്ക് ഇത് തങ്ങളുടെ എതിരായിട്ടുള്ള സിനിമയാണ് ഇറങ്ങിയിരിക്കുന്നതെന്നൊക്കെ തോന്നിപ്പോയത്. തുടക്കത്തിൽ അത് നല്ല ഗംഭീര സിനിമ എന്നൊക്കെ പറഞ്ഞ ഏകദേശം സംഖ്യ എന്ന് പറയുന്ന ഒരു വിളിപ്പേര് കിട്ടിയിട്ടുള്ള മേജർ രവി അടക്കമുള്ള ആളുകൾ പിന്നീട് 3-4 ദിവസത്തിന് ശേഷം അഭിപ്രായം മാറ്റുന്ന ഒരു സന്ദർഭം കൂടി ഉണ്ടായി. അപ്പോഴും മോഹൻലാലും പൃഥ്വിരാജിനൊക്കെ ഒരു സഹായ ഹസ്തം പോലെ, ഒരു വാക്ക് പോലൊക്കെ ഒരു ഫോൺ വിളിച്ച് സമാധാനിപ്പിക്കാൻ മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ ആ സമയത്ത് അസുഖവുമായിട്ട് മദ്രാസിലായിരുന്നു എന്നുള്ള വിവരം കൂടി മനസ്സിലാക്കുക. ഇതിനെപ്പറ്റി പറഞ്ഞത് ഞാൻ ചുമ്മാ തള്ളിവിട്ടതല്ല, അത് നമ്മുടെ പൃഥ്വിരാജിന്റെ അമ്മ തന്നെയാണ്. എന്തായാലും ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നു. അങ്ങനെ ലൂസിഫറൊക്കെ കഴിഞ്ഞ് കുറച്ചു കാലം ഇനി ഏത് സിനിമ എന്നൊക്കെ ആലോചിക്കുന്ന സമയത്താണ് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നത്. ഈ പറയുന്ന പോലെ അതിഗംഭീരമായിട്ടുള്ള ഒരു എന്താ പറയുക പേര് അതിന് കിട്ടിയിട്ടില്ല. സത്യൻ അന്തിക്കാടാണ് ആ ഒരു സിനിമ നമ്മൾ മുമ്പിലേക്ക് എത്തിച്ചത്. സ്ഥിരം ഒരു സത്യൻ അന്തിക്കാട് സ്റ്റൈലിൽ ഒരു സിനിമ എന്നൊക്കെ അതിനൊക്കെ പറഞ്ഞു വെക്കേണ്ടി വരും. എന്നാൽ ഒരല്പ സ്വല്പം ഒരു പുത്തൻ ചേരുവകളൊക്കെ അതിലേക്ക് എത്തിക്കാൻ സത്യൻ അന്തിക്കാട് ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അത് ഇറങ്ങിയ ആ ഒരു ഗംഭീരമായിട്ടുള്ള സിനിമ എന്ന രീതിയിൽ അതിനെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് രസകരമായ കാര്യം. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഒരു ഗംഭീര സിനിമ ഇറങ്ങുന്നു. അത് തുടരും എന്ന് പറഞ്ഞ സിനിമയാണ്. സത്യം പറയാലോ, അത് അതിഗംഭീര സിനിമ തന്നെയാണെന്ന് പറയേണ്ടി വരും. മോഹൻലാലിനൊപ്പം തന്നെ തകർത്ത് അഭിനയിച്ച വേറൊരു മനുഷ്യൻ കൂടി ഒപ്പം ഉണ്ടായിരുന്നു എന്നതിനാൽ അത് ഗംഭീരമായിട്ട് നമ്മുടെ മലയാളത്തിൽ ചർച്ചയായി. അദ്ദേഹത്തിന് അഭിനയം ചർച്ചയായി. മോഹൻലാൽ അഭിനയം പോയിട്ടില്ല, മുഖഭാവങ്ങൾ പോയിട്ടില്ല, കണ്ണനങ്ങുന്നുണ്ട്, കവിൾ അനങ്ങുന്നുണ്ട് എന്ന രീതിയിലൊക്കെ ചർച്ചകളൊക്കെ വരികയൊക്കെ ഉണ്ടായി. എന്തായാലും തുടരും അല്ലെങ്കിൽ ഒപ്പം തന്നെ എംപുര എന്ന് പറയുന്ന ആ 2 സിനിമകൾ കഴിഞ്ഞ് പിന്നീട് മോഹൻലാലിൻ്റെതായിട്ട് എത്തിയത് ഒന്ന് വൃഷഭയാണ്. സത്യം പറയാലോ, ഒരു 6 ബോറൻ തല്ലിപ്പൊളി പടം. വേറൊന്ന് ബബ്ബബയാണ്. ബബ്ബബ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിന്റെ ലൈഫിൽ ചീത്തപ്പേരുണ്ടാക്കിയ സിനിമ എന്നൊക്കെ പറയേണ്ടി വരും. കാരണം അത്യാവശ്യം ചീത്തപ്പേരുണ്ടാക്കിയ ഒരു മനുഷ്യനാണ് ദിലീപ്. ആ ചീത്തപ്പേരുണ്ടാക്കിയ മനുഷ്യനോടൊപ്പം ഈ ഒരു സമയത്ത് ഈ കേസൊക്കെ ഏകദേശം വിധി വന്ന് ഇപ്പോഴും ദിലീപിനെ പ്രതിസ്ഥാനത്ത് തന്നെ നിലനിർത്തുന്ന ഈ ഒരു സമയത്തും മോഹൻലാൽ ഇദ്ദേഹത്തോടൊക്കെ അഭിനയിച്ച് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്ന രീതിയിലൊക്കെ അഭിനയിച്ചപ്പോൾ അതൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്കുണ്ടെങ്കിൽ, ചില മലയാളികൾക്കുണ്ടെങ്കിലും വേണ്ടിയിരുന്നില്ല ലാലേട്ട, ആ ചെങ്ങാതിയോടൊപ്പം അഭിനയിക്കേണ്ടിയിരുന്നില്ല എന്ന പേരൊക്കെ ഉണ്ടാക്കിയെടുത്തു. പിന്നീടാണ് കണ്ണപ്പയും ഒപ്പം തന്നെ വൃഷഭ എന്ന് പറയുന്ന സിനിമയും കൂടി എത്തിയത്. സത്യം പറഞ്ഞാൽ അതോടുകൂടിയിട്ട് അവസാനം കൊണ്ടുപോയിട്ട് കലമുടച്ചു ലാലേട്ടം എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയും വർത്തമാനവും നടക്കുന്നത്. എന്തായാലും ഈ 2 പേരെ വെച്ച് മാത്രം നോക്കുമ്പോൾ ഒരല്പം മുൻപന്തിൽ നിൽക്കുന്നത് മമ്മൂട്ടിയാണെന്നൊക്കെ പറയേണ്ടി വരും. പക്ഷേ നമ്മുടെ 2025 അവസാനിക്കുമ്പോൾ അത് നിവിൻ പോളിയുടെ കയ്യിൽ ഭദ്രമാണ്. ഇനി അടുത്ത വർഷം തീർച്ചയായിട്ടും നിവിൻ പോളിക്ക് നല്ല സിനിമകൾ ഇറങ്ങാനുണ്ട്. നിവിൻ പോളിയുടെ മാത്രമായിട്ട് മാറുമോ? മമ്മൂട്ടിയുടെയും മോഹൻലാലിനും കൂടി ചർച്ച ചെയ്യപ്പെടും, സംശയമൊന്നുമില്ല. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഒരു നല്ല പുതുവത്സരം ആശംസിക്കട്ടെ. ബൈ.